ചരിത്രം പല രീതിയിലും മുസ്ലിം പക്ഷത്തെ ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പല വ്യക്തികളും തൻ്റെ സ്മരണകൾ, തൻ്റെ പ്രയത്നങ്ങൾ, തൻ്റെ അധ്വാനം എന്നിവയെല്ലാം സ്മരിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളതും വാസ്തവമാണ്. അത്തരത്തിലൊരു വ്യക്തിത്വമാണ് വാര്യംകുന്നത്ത് കുഞ്ഞി മുഹമ്മദ് ഹാജി. തൻ്റെ ഏകദേശം മുഴുവൻ ജീവിതവും അദ്ദേഹം സ്വതന്ത്ര സമരത്തിന് വേണ്ടി ചിലവഴിക്കുകയാണ്. 1921 ഏറനാട്, വള്ളുവനാട്, കോഴിക്കോട്, പൊന്നാനി എന്നീ താലൂക്കുകളിലെ ഏകദേശം 200ഓളം വില്ലേജുകൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു സ്വതന്ത്ര രാജ്യം, മലയാള രാജ്യം എന്നുള്ള പേരിൽ അദ്ദേഹം തുടങ്ങുകയാണ്. അദ്ദേഹം ഈ രാജ്യത്ത് എല്ലാ സജ്ജീകരണങ്ങളും ഒരു സ്വതന്ത്ര രാജ്യത്തിന് എന്തൊക്കെ വേണോ അത്തരം കാര്യങ്ങൾ മുഴുവനും അദ്ദേഹം ഈ സ്വതന്ത്ര രാജ്യത്തിന് വേണ്ടി സാധിക്കും. പ്രധാനമായും ഇത്തരം ഒരു മലയാള രാജ്യം രൂപീകരിക്കുക എന്നുള്ളതിൻ്റെ പ്രധാന ഉദ്ദേശം ബ്രിട്ടീഷ് അനുകൂലികളെയും ബ്രിട്ടീഷുകാരെയും പൂർണ്ണമായും ചെറുത്തു നിൽത്തുക എന്നുള്ളതായിരുന്നു. അദ്ദേഹം അതിനുവേണ്ടി കുറെ കഷ്ടപ്പാടുകൾ സഹിക്കുന്നുണ്ട്. അങ്ങനെ ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സംഭവത്തെ ഇപ്പോഴത്തെ പല ചരിത്രകാരന്മാരും പല വ്യാഖ്യാനികളും വ്യാഖ്യാനിക്കുന്നത് അല്ലെങ്കിൽ വാദിക്കുന്നത് അദ്ദേഹം പൂർണ്ണമായും ഒരു ഹിന്ദുവാദി എന്നുള്ള നിലക്കാണ്. അതിന് പ്രധാനമായും അവർ ഉന്നയിക്കുന്നത് തൂവൂർ സംഭവമാണ്. തൂവൂർ സംഭവത്തിൽ അദ്ദേഹം പല ഹിന്ദുക്കളെയും കൊന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവർ വാദിക്കുന്നത്. ഏകദേശം 34 ഹിന്ദുക്കളെ അദ്ദേഹം കൊന്നിട്ട് കിണറ്റിൽ വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് അവർ വാദിക്കുന്ന ഒരു കാര്യം. എന്നാൽ കെ മാധവൻ, ഹിച്ച്കോക്ക് എന്നിവരുടെ ചരിത്ര ബുക്കിൽ നിന്ന് മനസ്സിലാകുന്നത് അങ്ങനെയല്ല. അദ്ദേഹം കൊന്നൊടുക്കിയ ആളുകളുടെ എണ്ണം പൂർണ്ണമായും 36 ആണെന്നും 34 ആൾക്കാരും ഹിന്ദുക്കളാണെന്നും അതിൽ 2 പേര് മുസ്ലിങ്ങളാണെന്നുമാണ്. ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാണ് ഇദ്ദേഹം ഒരു പൂർണ്ണമായി എന്നുള്ളതല്ല, അദ്ദേഹം ഒരു ഹിന്ദുവാദി എന്നുള്ളതല്ല. അദ്ദേഹം ഇത്തരം ആളുകളെ കൊല്ലാൻ തന്നെ കാരണം ഇവർ ബ്രിട്ടീഷ് അനുകൂലികളായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പല ആളുകളെയും ഇങ്ങനെ കൊന്നിട്ടുണ്ട്. ജന്മി കുടിയാൻ കഥയിൽ അത്തരം ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പല മുസ്ലിം ജന്മിമാരെ അദ്ദേഹം ഇല്ലാതാക്കിയിട്ടും കൊന്നൊടുക്കിയിട്ടും പല കാര്യങ്ങളും അദ്ദേഹം നാട് കടത്തിയിട്ടടക്കം ഉണ്ട് എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് വ്യക്തമാകുന്നതാണ്. അത്തരത്തിൽ ഒരു സംഭവം ഇങ്ങനെ നടക്കുമ്പോൾ ഇദ്ദേഹത്തെ ഒരു ഹിന്ദുവാദി എന്ന നിലയ്ക്ക് ഇദ്ദേഹത്തെ ചിത്രീകരിക്കുക എന്നുള്ള മഹാമോശമായ കാര്യമാണ്. കുഞ്ഞി മുഹമ്മദ് ഹാജിയുടെ വീര കഥകൾ ഇനിയും നാം ഏറെ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം 1922 ജനുവരി 5 അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. 1922 ജനുവരി 6 മഞ്ചേരിയിൽ വെച്ച് അദ്ദേഹത്തെ പൂർണ്ണമായും ഒരു കസേരയിൽ ബന്ധിക്കപ്പെടുകയാണ്. വെടിവെക്കാൻ നിൽക്കുന്ന ബ്രിട്ടീഷുകാരനോട് അദ്ദേഹം പറഞ്ഞത്, എന്നെ പൂർണ്ണമായും ഇങ്ങനെ വലിച്ചു മുറുക്കി കെട്ടിടേണ്ട ആവശ്യമില്ല, എനിക്ക് തൻ്റെ മുഖം ഭൂമിയിൽ പതിച്ച്, ഈ പുണ്യമായ ഭൂമിയിൽ പതിച്ച് മരിക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങനെ ആ ബ്രിട്ടീഷുകാരൻ്റെ കയ്യിൽ നിന്നും അദ്ദേഹം ഷഹീദാവുന്നുണ്ട്. ഇത്തരത്തിൽ മുസ്ലിങ്ങളുടെ വീര്യ കഥയെ സ്വതന്ത്ര സമരത്തിൽ മുസ്ലിങ്ങൾ നയിച്ച പങ്ക് എന്ന വിഷയത്തിൽ കൂടുതൽ പഠനം നടത്തുകയും യഥാർത്ഥ മുസ്ലിം ചരിത്രം പഠിക്കാൻ നാം മുതിരേണ്ടതുണ്ട്, അതിന് പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ.